ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വീഡിയോ എടുത്തേക്കാന്ന് വെച്ചിട്ട് ഒരുപാട് നാളായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അതിന് സമയമൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. പിള്ളേർക്ക് പനിയൊക്കെ ആയി, അങ്ങനെ കുറേ കാരണങ്ങളായിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തു. ഓണത്തിനൊന്നും ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ ഇന്നൊരു ചെറിയൊരു വീഡിയോ, വലുതായിട്ടൊന്നുമില്ല. എല്ലാവരും ഞങ്ങളെ മറന്നു പോകല്ലോ, അതുകൊണ്ട് ഞങ്ങളൊരു വീഡിയോ എടുത്തേക്കാന്ന് വെച്ചു കേട്ടോ. രാവിലെ എണീറ്റപ്പോഴത്തേന് അത്യാവശ്യം ചെറിയ വെയിലൊക്കെ വരാൻ തുടങ്ങി, മഞ്ഞുമുണ്ട്. രാവിലെ തന്നെ ചക്കര പിന്നെ എൻ്റെ ഒപ്പം എണീക്കും കേട്ടോ. ഞാൻ എപ്പോൾ എണീറ്റാലും അവൻ എൻ്റെ ഒപ്പം ആ സമയത്ത് എണീക്കും. അവൻ എണീറ്റ് കുറച്ച് നേരം എൻ്റെ ക്ഷീണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേന് കൊച്ചിന് പഠിക്കുക കേട്ടോ. തലേദിവസം പഠിച്ചതൊക്കെ ഒന്നും കൂടെ ഒന്ന് എഴുതി നോക്കിയിട്ട് പിന്നെ അവൻ സ്കൂളിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവന് ഭയങ്കര സങ്കടമാണേ, മറന്നു പോകുമെന്ന് പറഞ്ഞുകൊണ്ട്. രാവിലെ പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അന്നേരത്തിന് അപ്പം ഉണ്ടാക്കും കേട്ടോ. പാലപ്പം ഉണ്ടാക്കുമായിരുന്നേ. ഞങ്ങളൊരു പുതിയൊരു അപ്പച്ചട്ടിയൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ അതിനകത്ത് അപ്പം ഉണ്ടാക്കിയേക്കാന്ന് വെച്ചാൽ അപ്പം ഉണ്ടാക്കുവാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ള കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടക്കറി കേട്ടോ. ചക്കരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ടക്കറി. മുട്ട ഇങ്ങനെ കറി വെക്കുന്നതും പൊരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. സ്കൂളിൽ കൊണ്ടുപോകാനും ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ നമുക്കന്ന് വേഗം കറി വെച്ചേക്കാന്ന് വെച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പിലോട്ട് വെക്കാനുള്ള പരിപാടിയാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും അച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകണം. അച്ചയ്ക്ക് പണികളുണ്ട്, അച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകണം. അതുകൊണ്ട് പച്ചപ്പയർ അരിഞ്ഞ് വേഗം വെച്ച് തോരൻ വെക്കാൻ വേണ്ടി. പിന്നെ ചക്കരയ്ക്ക് പിന്നെ ഇതൊന്നും ഇഷ്ടമില്ല കേട്ടോ, സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പാലടുപ്പിലോട്ട് വെച്ചു കേട്ടോ. അവന് അപ്പം വെന്ത് കഴിഞ്ഞ് വന്ന് അവൻ പഠിത്തം കഴിഞ്ഞ് വന്ന ഉടനെ അന്നേരം അവന് ഭക്ഷണം വേണം. അവന് വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ബഹളമാണേ. അതുകൊണ്ട് ഞങ്ങൾ വേഗം പാലടുപ്പിലോട്ട് വെച്ച് ഞാൻ 2-3 ഏലക്ക അതിനകത്തിട്ട് കേട്ടോ. ആട്ടുംപാലായതുകൊണ്ട് ഏലക്കയൊക്കെ ഇട്ട് ഇച്ചിരി തേയിലപ്പൊടിയൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അതുകൊണ്ട് പിന്നെ ഏലക്കയൊക്കെ ഇട്ടു. ഏലക്ക ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടല്ലോ. പിന്നെ പൊടിയൊക്കെ ഇട്ട് ഞാൻ പിന്നെ അടുപ്പിലോട്ട് വെക്കുമ്പോൾ ഇതെല്ലാം വെക്കും കേട്ടോ. അതിന് ഇച്ചിരി കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ തിളച്ച് കഴിയുമ്പോഴായിരിക്കും പോയി നോക്കുന്നത്. അപ്പോൾ ഏലക്കയുടെ ടേസ്റ്റ് ഒന്നും ഇറങ്ങിയല്ലോ. അതുകൊണ്ട് ഞാൻ ഇടുമ്പോഴേ പൊടി ഇതിലിടും. ഇടും. അമ്മ വഴക്ക് പറയും, എന്നാലും ഞാൻ അങ്ങനെ ഇടും. ആ സമയത്ത് ഇപ്പുറം സൈഡിൽ തന്നെ ഇരുന്ന് മുട്ട വെന്തു. എന്നാൽ പിന്നെ അത് വാങ്ങി അതിലുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടി 2 സവോളയൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേന് നമ്മുടെ ചാക്കോച്ചി എണീറ്റ് കിട്ടും. പിന്നെ ആ വഴിക്ക് പോയി. അപ്പോഴത്തേനും അമ്മ വേഗം പാലൊക്കെ തിളപ്പിച്ചിളക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇളക്കി കുറേ നേരം പാൽ തീ കുറച്ചിട്ട് വേവിച്ചെടുക്കും കേട്ടോ. ആ സമയം കൊണ്ട് അമ്മ പച്ചപ്പയറും അടുപ്പിലോട്ട് വെച്ചു. ചാക്കോച്ച കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം അവൻ്റെ അടുത്ത് കിടന്നില്ലേ അവന് പിന്നെ വഴക്കാട്ടോ. പിന്നെ അവിടുത്തെ കാപ്പൊടി കേട്ടോ. അപ്പോഴത്തേനും മുട്ടക്കറി വേകാനായിട്ട് ഇച്ചിരി ലേറ്റ് ആയപ്പോൾ ദിവസത്തെ ചിക്കൻ കറി കൂട്ടിയിട്ട് പിന്നെ അവന് കൊടുത്തു. അവന് പിന്നെ പല്ല് തേച്ച് അന്നേരം അവന് കഴിക്കണം, ഇല്ല അപ്പോൾ കരച്ചിലാട്ടോ. പിന്നെ ആശാന പിന്നെ ഒരു ഹോബി കേട്ടോ ഇത്, ഇങ്ങനെ കൊച്ചി TV കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുവേ. രാവിലെ എണീറ്റപ്പോൾ ചാക്കോച്ചി ഭയങ്കര വഴക്കാട്ടോ. പിന്നെ ചാക്കോച്ചിനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് അവരും അപ്പം കൊടുത്ത് ഞാനും കഴിക്കാൻ തുടങ്ങുവാണേ. ചക്കരേനെ സ്കൂളിൽ കൊണ്ടുവിടണമല്ലോ. അപ്പോൾ ഞാനൊരു മുട്ടയൊക്കെ എടുത്തിട്ട് അവനും കൊടുത്തേക്കാമെന്ന് വെച്ചിട്ട് പിന്നെ കഴിക്കാനായിട്ട് ഇരിക്കും. ആ സമയത്തേ കഴിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ അവൻ പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ പിന്നെ കഴിക്കാനൊക്കെ മടിയാവേ. പിന്നെ ചക്കരയ്ക്ക് കൊണ്ടുപോകാനുണ്ട് സോയാബീൻ മെഴുക്കുവരട്ടി വെച്ചാട്ടോ. അവന് ചോറ് കൊണ്ടുപോകണ്ട, കറി മാത്രം കൊണ്ടുപോയാൽ മതിയേ. പിന്നത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അപ്പോൾ തന്നെ സമയം പോയി. പിന്നെ തക്കത്തരികട പറഞ്ഞ പോലെ വേഗം ചക്കരേനെ ഒരുക്കി വേഗം ഇറങ്ങിപ്പോവാട്ടോ. ഇന്ന് അമലും ഒന്നുമില്ല, വേഗം ഇറങ്ങിപ്പോവുക. അവനെ സ്കൂൾ വരെ കൊണ്ടുവിടണം. അപ്പോഴത്തേനും വേഗം ഓടിപ്പോവാൻ ഒന്നിനും സമയം കിട്ടില്ല കേട്ടോ. വേഗം മുടിയൊക്കെ ഒന്ന് വാരിക്കെട്ടി വേഗം പോകട്ടെ എന്ന് ഇച്ചിരി താമസിച്ച് പോയി. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. അവൻ പോകുന്നു. പിള്ളേരൊക്കെ അകത്ത് കയറി കേട്ടോ. അവൻ തന്നെ നടന്നു പോകണേ. സ്കൂളിൽ കൊണ്ടുവിടരുതെന്ന് പറയും ടീച്ചർമാർ. അതുകൊണ്ട് നമ്മളിവിടെ ഇച്ചിരി അടുത്ത് വരെ കൊണ്ടുവിട്ടിട്ട് പിന്നെ അവന്മാർ സ്കൂളിലേക്ക് നടന്നങ്ങ് പൊക്കോളുവേ. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ബൈ.